നമസ്കാരം, ഞാൻ ആറ്റൽ മുത്തുകുമാർ. എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും ഗുരു ആസ്ട്രോളജിക്ക് സ്വാഗതം. ഇന്നത്തെ ജ്യോതിഷ ചിന്താവിഷയത്തിൽ നമ്മൾ നോക്കാൻ പോകുന്നത് തിരുവോണ ബമ്പറിനെ കുറിച്ചാണ്. അപ്പോൾ കുറെ കമന്റ്സ് നേരത്തെ ഒരു വീഡിയോ ചെയ്തായിരുന്നു, 10 കോടിയുടെ ബമ്പർ. അപ്പം കുറെ കമന്റ്സ് വന്നായിരുന്നു. അതായത് എങ്ങനെ താങ്കൾ എടുത്തുകൂടെ, താങ്കൾ ഗവൺമെന്റിന്റെ ലോട്ടറി വകുപ്പിന്റെ ഏജന്റ് ആണോ, കുറെ കളിയാക്കല്. ഇപ്പൊ ഞാൻ പറയുന്നത്, നമുക്ക് അന്നത്തെ പ്ലാനറ്റ് പൊസിഷൻ വെച്ചിട്ടാണ് ഇന്ന രാശിക്കാർക്ക് ആ ഒരു ഭാഗ്യാന്വേഷണം, ഭാഗ്യം കിട്ടാനുള്ള. അതിപ്പോ ഇത് മാത്രമല്ല, ഇപ്പൊ നമ്മൾ തിരുവോണമൊക്കെ വരെയില്ലേ, തിരുവോണത്തിന് നമ്മളിപ്പോ ഒരു കുറി എടുക്കുകയാണെങ്കിലും, അല്ലെങ്കിൽ നമുക്കിപ്പം ടെക്സ്റ്റൈൽസിലും ജ്വല്ലറിയിലൊക്കെ അവരൊരു കൂപ്പൺ തരും, അതിലും ഈ ഭാഗ്യം കിട്ടാനുള്ള. അപ്പൊ ടിക്കറ്റിൽ നമുക്ക് നമ്പർ പറഞ്ഞുള്ള ഗസിംഗ് നടത്താൻ പറ്റുള്ളൂ. അതിനെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. കമന്റ്സ് ഒഴിവാക്കുക, അതേ മോശമായ കമന്റ്സ് ഒഴിവാക്കുക. ഞാനിത് പ്ലാനറ്റ് വെച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ 2024 ഒക്ടോബർ മാസം 9-ാം തീയതി ബുധനാഴ്ചയാണ് ഉച്ചയ്ക്ക് 2 മണിക്ക് നറുക്കെടുപ്പ്. 25 കോടിയാണ് പ്രൈസ്. അതിൽ നമുക്കിപ്പോ 1 കോടി വെച്ച് 10 പേർക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ എണ്ണമറ്റ പ്രൈസുകളുണ്ട്. 5000 വെച്ച് 54,000 പേർക്കാണ് കൊടുക്കുന്നത്. അപ്പൊ ഈ ഭാഗ്യ പരീക്ഷണം ടിക്കറ്റ് എടുക്കുന്നവരാണ് ഞാൻ പറയുന്നത്. ഈ ഭാഗ്യ പരീക്ഷണം നടത്തുമ്പോൾ നമുക്ക് ആ യോഗം ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടാനുള്ള അവസരമുണ്ട്. അപ്പൊ ഗസിംഗ് എന്ന് പറയുന്ന നമ്പരാണ്. ചിലവർക്ക് അവരവരിഷ്ട നമ്പർ കാണും. 4 അക്കം കൂട്ടുന്നവരുണ്ട്, 6 അക്കം കൂട്ടുന്നവരുണ്ട്. അപ്പൊ ആ ഗസിംഗ് ഏതെല്ലാം രാശിക്കാർക്കാണ്, ഏതെല്ലാം നക്ഷത്രത്തിനാണെന്ന് ഇപ്പൊ പറയാണ്. അന്നേ ദിവസം ഞാൻ പറഞ്ഞതുപോലെ വെളുത്തപക്ഷ ഷഷ്ടിയാണ്. അപ്പൊ ഉച്ചയ്ക്ക് ശേഷം സപ്തമി തുടങ്ങിയാണ്. അപ്പൊ നല്ലൊരു ദിവസമാണ് ബുധനാഴ്ച. അത് തമിഴിൽ പറയും, പൊന്ന് കിട്ടിയാലും ബുധൻ കിട്ടൂല എന്ന്. അപ്പൊ ഒരു ഭാഗ്യപരീക്ഷണത്തിൽ ഇറങ്ങുമ്പോൾ നമുക്ക് ഗസിംഗ് ഉള്ള നമ്പർ എടുക്കുക. അത് ഏതെല്ലാം രാശിക്കാർക്കാണ് ഇപ്പൊ ഭാഗ്യ അനുഭവം കിട്ടുമെന്നുള്ളത് നോക്കാം. ആദ്യം നോക്കുന്നത് മേടക്കൂറുകാർക്ക്. മേടക്കൂറുകാർക്ക് 2-ലാണ് ഗുരുവിന്റെ സ്ഥിതി. ഈ ഭാഗ്യം നമുക്ക് കിട്ടാനുള്ള അവസരമുണ്ട്. അപ്പൊ നമ്മളെ ഗസിംഗ് നമ്പർ എന്ന് പറയുന്നത്, അതായത് മേടത്തിൽ വരുന്ന അശ്വതി, ഭരണി, കാർത്തിക, കാല്, ഇവർക്ക് ഈ ഗസിംഗ് എന്ന് പറയുന്നത് 3-ാം നമ്പറാണ് കാണുന്നത്. ഫസ്റ്റ് ചോയ്സ്. 2-ാം നമ്പര് നമ്മൾ പറയുന്നത് 6 നമുക്ക് എടുക്കാം. 6-ാം നമ്പർ എടുക്കാം, 3-ാം നമ്പർ എടുക്കാം. അത് കൂട്ടുസംഖ്യയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ കൂട്ടുസംഖ്യ ചിലവർ 4 മാത്രം കൂട്ടിയെടുക്കും. 3-ഉം വരാം, 6-ഉം വരാം കൂട്ടുസംഖ്യ. ഇപ്പൊ 6 ചേർത്ത് എടുക്കുകയാണെങ്കിൽ ചിലവർ ആഗ്രഹിക്കും നമുക്കും ഫുൾ പ്രൈസ് കിട്ടിക്കൂടെ. അപ്പം ഫുൾ സംഖ്യ കൂട്ടിയാലും ഫസ്റ്റ് ചോയ്സ് 3-ാം നമ്പർ, സെക്കൻഡ് ചോയ്സ് 6-ാം നമ്പർ. ഈ ഭാഗ്യപരീക്ഷ നമുക്ക് ഇതിൽ യോഗമുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും കിട്ടും. പിന്നെ ജാതകത്തിൽ അവരവരുടെ ജാതകം ഉണ്ടല്ലോ, അത് 2-ാം ഭാവാധിപൻ 11 നിൽക്കുന്നതും 11-ാം ഭാവാധിപൻ 2-ൽ നിൽക്കുന്നവർക്കൊക്കെ ഈ യോഗം കിട്ടുന്ന ഒരവസ്ഥയാണ്. ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് ഇടവക്കൂറാണ്. ഇടവക്കൂറിൽ കാർത്തിക, മുക്കാല്, രോഹിണി, മകേര, ആര. ഇവർക്ക് ലാഭസ്ഥാനത്ത് ഇപ്പൊ സർപ്പന്റെ സ്ഥിതി തുടരുകയാണ്. അപ്പൊ ഇവരുടെ ഗസിംഗ് നമ്പർ എന്ന് പറയുന്നത് 4-ാം നമ്പറാണ്, ഫസ്റ്റ് ചോയ്സ്. പിന്നെ സെക്കൻഡ് ചോയ്സ് എന്ന് പറയുന്നത് 5-ാം നമ്പർ. അപ്പൊ ഈ 2 സംഖ്യയും നമുക്കിപ്പോ ഇഷ്ടമുള്ളവർ ചിലവർ 1 ടിക്കറ്റ് എടുക്കും, ചിലവർ 2 ടിക്കറ്റ് എടുക്കും, ചിലവർ 5 പേര് ചേർന്നെടുക്കും. അതും ഈ ഇളവക്കൂറുകാർക്ക് അനുകൂലമാണ്. അതായത് ഒരു 5 പേര് ചേർന്നെടുക്കുന്നത് നമുക്ക് പെട്ടെന്നുള്ള ഭാഗ്യം സിദ്ധിക്കും. അപ്പൊ നമുക്ക് കൂട്ടുസംഖ്യ എന്ന് പറയുന്നത്, അത് ഫസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത് 4-ാം നമ്പരും സെക്കൻഡ് ചോയ്സ് 5-ാം നമ്പറാണ് കാണുന്നത്. അപ്പൊ ഈ ബമ്പറിന്റെ പ്രൈസ് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് ചിങ്ങക്കൂറിനാണ്. ചിങ്ങക്കൂറിന് 11-ാം ഭാവാധിപനായ ബുധൻ 2-ലാണ് ആ സമയം പ്ലാനറ്റിൽ സഞ്ചരിക്കുന്നത്. അത് നമുക്ക് വളരെ അനുകൂലമാണ്. ഇതിന്റെ ഒരു പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞ ജാതകത്തിൽ 2-ാം ഭാവാധിപൻ 11-ൽ സഞ്ചരിക്കുന്നതും 11-ാം ഭാവാധിപൻ 2-ൽ സഞ്ചരിക്കുന്നതും ലോട്ടറി ഭാഗ്യം പറയണം. അതായത് പെട്ടെന്നുള്ള ധനാഗമം. അപ്പൊ ചിങ്ങക്കൂറിലെ ഏല നക്ഷത്രം, മകം, പൂരം, ഉത്തരംകാല്, ഇവർക്ക് 5-ാം സംഖ്യ എടുക്കുന്നത് വളരെ പ്രയോജനമാണ്. അതായത് ഫസ്റ്റ് ചോയ്സ്. സെക്കൻഡ് എന്ന് പറയുന്നത് 1-ാം നമ്പർ എടുക്കുക. അതായത് കൂട്ടുസംഖ്യയാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഭാഗ്യം സിദ്ധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് വൃശ്ചികക്കൂറുകാർക്ക്. വൃശ്ചികക്കൂറുകാർക്ക് ഇപ്പൊ നമുക്ക് നോക്കുകയാണെങ്കിൽ 7-ലാണ് ഗുരുവിന്റെ സ്ഥിതി. നമുക്ക് 8-ൽ ചൊവ്വയുടെ സ്ഥിതി ഉണ്ടെങ്കിലും 7-ലെ ഗുരുവിന്റെ സ്ഥിതി നമുക്ക് ഒരു ഭാഗ്യപരീക്ഷണം നടത്തുകയാണെങ്കിൽ ഫസ്റ്റ് ചോയ്സ് 3-ാം നമ്പർ എടുക്കുന്നത് വളരെ നമുക്ക് ഭാഗ്യം സിദ്ധിക്കും. പിന്നെ 11-ന്റെ ബുധന്റെ സ്ഥിതി, ഉച്ചസ്ഥനാണ് ബുധൻ. ആ അന്നത്തെ പ്ലാനറ്റ് അനുസരിച്ച് വൃശ്ചിക രാശിക്ക് 11-ലാണ് ബുധന്റെ സ്ഥിതി. സെക്കൻഡ് ചോയ്സ് എന്ന് പറയുന്നത് 5-ാം നമ്പർ. അപ്പൊ നമ്മളെ ഗസിംഗ് എന്ന് പറയുന്നത് ചിലവർക്ക് അവരുടെ ഇഷ്ട നമ്പർ കാണും. അത് ഈ നമ്പർ ഒത്തുവരെയാണെങ്കിൽ ഫസ്റ്റ് ചോയ്സ് 3-ാം നമ്പരും സെക്കൻഡ് ചോയ്സ് 5-ാം നമ്പർ എടുക്കുന്നത് പെട്ടെന്നുള്ള ഭാഗ്യം സിദ്ധിക്കും. ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് മകരക്കൂറുകാർക്ക്. മകരക്കൂറുകാർക്ക് 5-ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴൻ 11-ാം ഭാവം ദൃഷ്ടി ചെയ്യാണ്. അപ്പൊ 3-ാം നമ്പറാണ് ഫസ്റ്റ് ചോയ്സ്. സെക്കൻഡ് ചോയ്സ് എന്ന് പറയുന്നത് 4-ാം നമ്പർ. അപ്പൊ ഇവർക്ക് മകരക്കൂറിൽ വരുന്ന നക്ഷത്രമായ ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടാര, ഇവർക്കും ഈ ഭാഗ്യം സിദ്ധിക്കും.
അപ്പൊ ലോട്ടറി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ചിലവർ 4 സംഖ്യ കൂട്ടുന്നതാണ്, നമുക്ക് 5000 കിട്ടിയാൽ മതി എന്നുള്ള രീതിയിൽ. ചിലവർ ശരി നമുക്ക് ഫസ്റ്റ് പ്രൈസ് വേണം, എണ്ണമറ്റ പ്രൈസുകളുണ്ടല്ലോ, 6 സംഖ്യ കൂട്ടിയുള്ള എണ്ണമറ്റ പ്രൈസുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ 6 സംഖ്യ കൂട്ടുമ്പോൾ ഒന്നുകിൽ 3-ാം നമ്പർ അല്ലെങ്കിൽ 4-ാം നമ്പർ, ഇത് നമുക്ക് ഭാഗ്യം സിദ്ധിക്കുന്നതാണ്. ഇനി അടുത്ത ഒരു രാശി ഇവിടെ ഉണ്ട്, അതായത് കന്നിക്കൂറുകാർ. കന്നിക്കൂറുകാർക്ക് ഇപ്പം 9-ലാണ്, ഭാഗ്യസ്ഥാനത്താണ് ഗുരുവിന്റെ സ്ഥിതി. ഇവർക്കും ഈ ലോട്ടറി ഭാഗ്യമുണ്ട്. അതായത് ആ രാശിയിൽ വരുന്ന ഉത്തരമുക്കാല്, അത്തം, ചിത്തിരാര, ഇവർക്കും ഈ കാലയളവ് നമുക്ക്, അതായത് ഈ വരുന്ന 2024 ഒക്ടോബർ മാസം 9-ാം തീയതിയാണ് കേരള ബമ്പർ ഭാഗ്യക്കുറി, തിരുവോണ ബമ്പർ. അപ്പൊ നമ്മൾ എടുക്കേണ്ട സംഖ്യ എന്ന് പറയുന്നത് 9-ൽ ഭാഗ്യസ്ഥാനത്ത് ഗുരു നിൽക്കുന്നത് 3-ാം നമ്പരാണ് ഫസ്റ്റ് ചോയ്സ്. പിന്നെ സെക്കൻഡ് ചോയ്സ് എന്ന് പറയുന്നത് ലഗ്നത്തിൽ നീചഭംഗം ഭവിച്ച് ശുക്രൻ നിൽക്കുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ 6-ാം സംഖ്യ എടുക്കുക. അപ്പൊ ഈ രണ്ടും ഗസ്സിംഗ് തെറ്റില്ല. ഇപ്പൊ നിങ്ങൾ 4 സംഖ്യ കൂട്ടിയാലും 6 സംഖ്യ കൂട്ടിയാലും ഈ സംഖ്യ എടുക്കുക. തീർച്ചയായിട്ടും പ്രൈസ് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ശുഭമസ്തു. Thank you.